ഹായ് ഹലോ ഇന്ന് നമ്മളൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് എത്തിയേക്കാണ് കേട്ടോ. അപ്പം ഈ വർഷം അവസാനിക്കാൻ ഇനി ഒരു ദിവസവും കൂടെ ബാക്കിയുള്ളൂ. അപ്പം ഇത് ഇന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം വിചാരിച്ചെന്നാൽ ഇതങ്ങ് പോസ്റ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പം ന്യൂ ഇയർ ഒക്കെ അല്ലേ, അതിന് മുമ്പ് ഈ വർഷം തീരുന്നതിന് മുമ്പ് ഇലയപ്പം ഉണ്ടാക്കാമെന്ന് ഞാനങ്ങ് ആഗ്രഹിച്ചു കേട്ടോ. കാരണം ഇലയപ്പം ഉണ്ടാക്കിയിട്ട് ഇവിടെ ഒരു 1-2 വർഷത്തോളം ആയിട്ടുണ്ട്. കാരണം നമ്മൾ ഇലയപ്പമൊക്കെ കടകളിൽ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്നതുകൊണ്ട് സുപ്രീമിന്നോ ലക്ഷ്മിന്നോ ഒക്കെ പോകുമ്പോൾ, കൊല്ലത്തൊക്കെ പോകുമ്പോൾ വാങ്ങിച്ച് കഴിക്കാറുണ്ട്. നമ്മുടെ പുനലൂരൊക്കെ ഉള്ള കടകളിലൊക്കെ ഉണ്ടായതുകൊണ്ട് വല്ലപ്പോഴും ഒക്കെ വാങ്ങിച്ച് തിന്നു. അതുകൊണ്ട് അങ്ങനെ ഇലയപ്പം ഉണ്ടാക്കി കഴിക്കാനുള്ള ക്രേവിങ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന് എന്തായാലും വിചാരിച്ചൊരു ഇലയപ്പം ഉണ്ടാക്കാം. കുറച്ച് ദിവസം കൊണ്ടേ മാവ് ഇങ്ങനെ ഇരുന്ന് നോക്കുന്നുണ്ട് കേട്ടോ, എന്നെ വാങ്ങിച്ചിട്ട് നീ ഇതുവരെ ഒന്നും ചെയ്തില്ല. അപ്പോൾ ശർക്കരപ്പൊടി ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്ന അമ്പൂര് അവിലിടയ്ക്ക് നനച്ച് കൊടുക്കും. അപ്പം അതും ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കളയണ്ട, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് കറക്റ്റ് വേസ്റ്റ് ബാസ്ക്കറ്റിൽ പോയി അയ്യത്ത് പോകേണ്ടതാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്നത് ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ എന്താണ്ട് ഇലയപ്പം ഉണ്ടാക്കുന്ന രംഗങ്ങളാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വലുതായിട്ട് കുക്കിങ്ങും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. ഞാൻ കുക്കിങ്ങൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. എന്നെ കുറേ പേര് കുക്കിംഗ് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ കുക്കിങ്ങൊക്കെ ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മളെ അറിയാവുന്ന ചിലരെങ്കിലും നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ടല്ലോ, നമുക്ക് കുക്കിംഗ് അറിയത്തില്ല, അവർക്കൊക്കെ കാണാൻ കൂടി ചെയ്യാമല്ലോ. പിന്നീട് എന്താ പറയാനുള്ളത്, പിന്നെ താണ്ട് ഇതൊക്കെ തന്നെ നമ്മുടെ വിശേഷങ്ങൾ. നമ്മുടെ ഡുണ്ടപ്പായി എപ്പോഴത്തേക്ക് എണീച്ച് വന്നു. അങ്ങനെ താണ്ട് അവൾക്ക് ഞാൻ ഇലയപ്പമൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. എന്തായാലും ഞാൻ ധൃതിക്ക് ഉണ്ടാക്കിയെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടോ. എനിക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ താണ്ട പിള്ളേർ ട്യൂഷന് പോയിരിക്കുകയായിരുന്നു. അങ്ങനെ ട്യൂഷൻ കഴിഞ്ഞ് വന്ന് ബാക്കി ഇലയില്ലാതെ കാരണം ഞാനത് കുഴക്കട്ടയാക്കി. അത് താണ്ട ദുവാക്ക് അത് മതി എന്ന് പറയും. ദുവ അത് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ താണ്ട ഹാപ്പി ആയിട്ട് ഇതൊക്കെ കഴിക്കുകയാണ്. ഇനി പിന്നെയും കാണാം. ടാറ്റ ബൈ ബൈ.